Hi all, welcome to Wings to Win Education. അസിമെട്രിക് ഇൻഫർമേഷൻ ഒരു പ്യുവർ കോമ്പറ്റീഷൻ്റെ അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ മെയിൻ ഫീച്ചറായിട്ട് കാണപ്പെടുന്നത് പെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. പക്ഷേ ഒരു ആക്ച്വൽ വേൾഡിൽ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഈ ഒരു പെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്നുള്ളത് പോസിബിൾ അല്ലാതെ വരും. ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെർഫെക്റ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് പാർട്ടിസിപ്പൻസിന് ഉണ്ടാവില്ല. അതാണ് ഒരു റിയൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ഇൻഫോർമേഷൻ്റെ അഭാവത്തിൽ ലാക്ക് ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ കാരണം ഡിസിഷൻസ് കൺസ്യൂമേഴ്സിൻ്റെയും പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഡിസിഷന് ഒരിക്കലും ഈസി ആയിട്ട് വരില്ല. ആ ഡിസിഷനിൽ എപ്പോഴും ഒരു അൺസർട്ടൈനിറ്റി ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഡിസിഷനിൽ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും പെർഫെക്റ്റ് ഇൻഫർമേഷൻ്റെ അഭാവത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഡിസിഷന് എപ്പോഴും എറേഴ്സും മിസ്റ്റേക്സും വരാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് അസിമെട്രിക് ഇൻഫർമേഷൻ നമുക്ക് മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അസിമെട്രിക് ഇൻഫർമേഷൻ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇത്തരത്തിൽ പെർഫെക്റ്റ് ഇൻഫർമേഷൻ്റെ അഭാവത്തിൽ പെർഫെക്റ്റ് നോളജിൻ്റെ അഭാവത്തിൽ എന്തെല്ലാം അൺസർട്ടൈനിറ്റീസ് ആണ് ഒരു ഫേം അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഓർ കൺസ്യൂമർ ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അസിമെട്രിക് ഇൻഫർമേഷൻ എന്നുള്ളത് കൊണ്ട് പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത് ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. സെല്ലറെയും ബയറെയും സംബന്ധിച്ച് ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷനെയാണ് അസിമെട്രിക് ഇൻഫർമേഷൻ എന്നുള്ളത് കൊണ്ട് പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സെല്ലേഴ്സിൻ്റെയും ബയേഴ്സിൻ്റെയും കാര്യമെടുക്കാം. ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്, അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച്, അതിൻ്റെ വാറണ്ടിയെക്കുറിച്ച്, ഗ്യാരണ്ടിയെക്കുറിച്ചെല്ലാം ബെറ്റർ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കുക എപ്പോഴും അതിൻ്റെ സെല്ലർക്കായിരിക്കും. ബയറിനേക്കായി മുൻതൂക്കം സെല്ലറിനുണ്ടായിരിക്കും. ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും അതിൻ്റെ ഫുൾ നോളജ് ആർക്കുണ്ടായിരിക്കും? സെല്ലർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ ബയർക്ക് സെല്ലറുടെ അത്രത്തോളം ഒരു അറിവ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സെല്ലർക്ക് അവിടെ ഒരു മുൻതൂക്കം അല്ലെങ്കിൽ ആ ഔട്ട്കമ്മിനെ കുറിച്ചുള്ളൊരു അറിവിനെ കുറിച്ചുള്ള ഒരു മുൻതൂക്കം, പ്രോബബിലിറ്റീസ് ഓഫ് ഔട്ട്കമ്മിനെ കുറിച്ചുള്ള ഒരു മുൻതൂക്കം ആർക്കുണ്ടായിരിക്കും? ബയറിനേക്കാളും സെല്ലർക്ക് ഉണ്ടായിരിക്കും. എപ്പോഴും ഓട്ടോമൊബൈലിൻ്റെ കേസിലാണ് നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് ഇതിനെ പറയുന്നത്. അസിമെട്രിക് ഇൻഫർമേഷൻ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ്. നമുക്കറിയാം, ഒരു സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ ഫുൾ ഇൻഫർമേഷൻ ആ സെല്ലർക്ക് ബയറിനേക്കായും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു സെല്ലർക്ക് അവിടെ ഒരു മുൻതൂക്കം ലഭിക്കുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ കൺസ്യൂമറിനേക്കാളും അറിവ് എപ്പോഴും ഒരു പ്രൊഡ്യൂസർക്കായിരിക്കും. പക്ഷേ ഈ പ്രൊഡ്യൂസർ എപ്പോഴും എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷനും ഈ ബയർക്ക് പാസ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ബയർ അനുഭവിക്കുന്നുണ്ട്. ഇനി ഇംപ്ലിക്കേഷൻസ് ഓഫ് അസിമെട്രിക് ഇൻഫർമേഷൻ ആണ് പറയുന്നത്. അസിമെട്രിക് ഇൻഫർമേഷൻ്റെ ഇംപ്ലിക്കേഷൻ പ്രധാനമായിട്ടും അഡ്വേഴ്സ് സെലക്ഷനും മോറൽ ഹസാർഡുമാണ്. അഡ്വേഴ്സ് സെലക്ഷനും മോറൽ ഹസാർഡുമെല്ലാം പ്രധാനമായിട്ടും അറൈസ് ചെയ്യുന്നത് ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടാണ്. പ്രധാനമായിട്ടും ഇത് കണ്ടുവരുന്നത് ഓൾഡ് കാർ മാർക്കറ്റിൽ, ഇൻഷുറൻസ് മാർക്കറ്റിൽ, ഹെൽത്ത് മാർക്കറ്റിൽ, ഓൾഡ് കാർ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഹാൻഡ് കാർ മാർക്കറ്റിലൊക്കെയാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള അഡ്വേഴ്സ് സെലക്ഷനും മോറൽ ഹസാർഡിൻ്റെയും പ്രോബ്ലം കണ്ടുവരുന്നത്. ഇപ്പോൾ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാകും. ഇവർക്ക് രണ്ടുപേർക്കും, ബയേഴ്സിനാവട്ടെ സെല്ലേഴ്സിനാവട്ടെ, രണ്ട് പാർട്ടിക്കും ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു പാർട്ടിക്ക് കൂടുതൽ അറിവും മറ്റൊരു പാർട്ടിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച് അതിൻ്റെ വിൽപ്പനക്കാരനായിരിക്കും അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഹിഡൻ ക്വാളിറ്റീനെ കുറിച്ചും ഒബ്സർവബിൾ ആയിട്ടുള്ള ക്വാളിറ്റീനെ കുറിച്ചും എല്ലാം അറിവുണ്ടായിരിക്കുക പ്രധാനമായിട്ടും സെല്ലർക്കായിരിക്കും. അതേസമയം ഇത്തരത്തിലുള്ള ഹിഡൻ ഇൻഫർമേഷൻ ഒന്നും ആർക്ക് ലഭ്യമാവില്ല? ഈ ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് അവർക്ക് ലഭ്യമാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ട്രൂ ക്വാളിറ്റി, ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ കാര്യം എടുത്താൽ അതിൻ്റെ ട്രൂ ക്വാളിറ്റി എന്താണ് എന്നുള്ളതും അതിൻ്റെ ഒരു വാറണ്ടി എത്രയാണ്, ഗ്യാരണ്ടി എത്രയാണ് എന്നുള്ളതൊക്കെ ആക്ച്വലി ആർക്കറിയാം? ആ ഒരു പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ സെല്ലർക്ക് അറിയാം. പക്ഷെ ഈ ഒരു അറിവ് ആരിലേക്ക് പാസ് ചെയ്യണമെന്നില്ല. ഈ ഒരു യഥാർത്ഥ അറിവ് ഈ ഒരു കൺസ്യൂമറിലേക്ക് ഈ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സെല്ലർ പാസ് ചെയ്യണമെന്നില്ല.
അഡ്വേഴ്സ് സെലക്ഷനും മോറൽ ഹസാർഡും അസിമെട്രിക് ഇൻഫോർമേഷൻ്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്. അതായത് അസിമെട്രിക് ഇൻഫോർമേഷൻ്റെ ഒരു കാരണം കൊണ്ടാണ് അഡ്വേഴ്സ് സെലക്ഷനും മോറൽ ഹസാർഡും നിലനിൽക്കുന്നത്. അഡ്വേഴ്സ് സെലക്ഷനും മോറൽ ഹസാർഡും തമ്മിൽ ചില ഡിഫറൻസസ് ഉണ്ട്. അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് വെച്ചാൽ എക്സാമ്പിളായിട്ട് അഡ്വേഴ്സ് സെലക്ഷൻ പ്രധാനമായിട്ടും ഇൻഷുറൻസിലൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. അതായത് അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളും ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ആളും, ഓഫ് കോഴ്സ് അൺഹെൽത്തി ആയിട്ടുള്ള ആളായിരിക്കും ഇൻഷുർ എടുക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും തയ്യാറാവുക. കാരണം അവർക്കാണ് കുറച്ചും കൂടെ സെക്യൂരിറ്റി വേണ്ടിയത്. അതുകൊണ്ട് തന്നെ അൺഹെൽത്ത് ആയിട്ടുള്ള ആളായിരിക്കും ഇൻഷുർ എടുക്കാൻ തയ്യാറാവുന്നത്. ആളുടെ ഇൻഷുറൻസ് എടുക്കുന്ന ആളുടെ ഹെൽത്തിനെ കുറിച്ചിട്ട് കൂടുതൽ ഇൻഫർമേഷൻ ആർക്കായിരിക്കും? ആ ഇൻഷുർ എടുക്കുന്ന ആൾക്ക് തന്നെയായിരിക്കും. പക്ഷെ ഇൻഷുറൻസ് കമ്പനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഹെൽത്തിനെ കുറിച്ച് അധികം അറിവുണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് അഡ്വേഴ്സ് സെലക്ഷൻ, ഇവിടെ ഒരു അഡ്വേഴ്സ് സെലക്ഷൻ നടന്നത് എന്താണ്? നമ്മുടെ ഇൻഷുർ എടുക്കുന്ന ആളുടെ ഹെൽത്തി ആയിട്ടുള്ള ആളും അൺഹെൽത്തി ആയിട്ടുള്ള ആളും ഏതായിരിക്കും ചൂസ് ചെയ്യുക? അൺഹെൽത്തി ആയിട്ടുള്ള ആളായിരിക്കും ഹെൽത്തി ആയിട്ടുള്ള ആളെക്കാൾ കൂടുതലായിട്ട് ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ അഡ്വേഴ്സ് സെലക്ഷൻ്റെ കേസിൽ ഒരു പാർട്ടിക്ക് മാത്രമായിരിക്കും ഫുൾ നോളജ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മോറൽ ഹസാർഡും. അസിമെട്രിക് ഇൻഫോർമേഷൻ്റെ ഭാഗമായിട്ട് ലാക്ക് ഓഫ് സിമെട്രി കാരണം അറൈവ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മോറൽ ഹസാർഡ് എന്ന് പറയുന്നത്. പക്ഷേ മോറൽ ഹസാർഡ് എന്ന് പറയുന്നത് ഒരു ടു പാർട്ടീസ് തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മോറൽ ഹസാർഡ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇൻഷുറൻസിൻ്റെ കേസ് തന്നെ എടുക്കാം. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നുള്ളതാണല്ലോ. അപ്പം ഇൻഷുറൻസ് കമ്പനി ഇൻഷുർ പ്രൊവൈഡ് ചെയ്തു, പ്രീമിയം ഒക്കെ വാങ്ങി. അവർ തമ്മിൽ ഈ ഇൻഷുററും ഇൻഷുർഡും തമ്മിൽ എന്ത് ചെയ്തു? ഒരു കോൺട്രാക്റ്റിലെത്തി. അതായത് സ്മോക്കിംഗ് ഒഴിവാക്കണം എന്നുള്ളത്. പക്ഷേ ഈ ഒരു പാർട്ടി എന്ത് ചെയ്തു? ഇൻഷുർ എടുത്ത ആൾ എന്ത് ചെയ്തു? ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു വിചാരത്തിൽ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസിൽ ഇൻഷുറൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്മോക്കിംഗ് എന്ത് ചെയ്തു? തുടർന്നു. അത് എന്ന് പറയുന്നത് ഈ ഒരു കോൺട്രാക്റ്റ് ലംഘിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതാണ് മോറൽ ഹസാർഡ് എന്ന് പറയുന്നത്. എഗ്രിമെൻ്റ് ചെയ്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സംഭവം പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ലാക്ക് ഓഫ് സിമെട്രിക് ഇൻഫോർമേഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മോറൽ ഹസാർഡ്. അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻഷുർ എടുക്കുന്ന സമയത്തുള്ള ആ ഒരു അസിമെട്രിക് ഇൻഫോർമേഷൻ്റെ ഭാഗമായിട്ട്. പക്ഷെ മോറൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ ആ പാർട്ടി ഈ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്തതിൻ്റെ ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിൽ ഒരു അസിമെട്രിക് ഇൻഫോർമേഷൻ്റെ ഒരു പ്രശ്നം അവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു കാറിന് ഇൻഷുർ എടുത്ത ആൾ അല്ലേ, കാറിന് ഇൻഷുറൻസ് എടുത്ത ആൾ എന്ത് ചെയ്യും? കാറ് മനഃപൂർവ്വം കൊണ്ടുപോയിട്ട് ആക്സിഡൻ്റ് ആക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മോറൽ ഹസാർഡിൻ്റെ കീഴിൽ വരുന്നതാണ്. അസിമെട്രിക് ഇൻഫോർമേഷൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന മറ്റൊരു പ്രോബ്ലമാണ് ലെമൻസ് പ്രോബ്ലം എന്ന് പറയുന്നത്. ലെമൻസ് പ്രോബ്ലം ആക്ച്വലി പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത് ജോർജ് അഗർലോഫ് ആണ്. ഈ ഒരു ലെമൻസ് പ്രോബ്ലം എന്ന് പറയുന്നത് അസിമെട്രിക് ഇൻഫോർമേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇൻഫോർമേഷൻ്റെ ഭാഗമായിട്ട് ബയറിനും സെല്ലറിനും ഇടയിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഒരുപക്ഷെ ബയറിന് ഒരുപാട് നോളജ് ഉണ്ടാവും, അല്ലെങ്കിൽ സെല്ലറിന് ഒരുപാട് നോളജ് ഉണ്ടാവും. അപ്പോൾ ഈ നോളജ് ഉള്ള ആളും നോളജ് ഇല്ലാത്ത ആളും, ആ ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച്, ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ സംബന്ധിച്ച് നോളജ് ഉള്ള ആളും നോളജ് ഇല്ലാത്ത ആളും തമ്മിലുള്ള ഒരു പ്രോബ്ലമാണ് ലെമൻസ് പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് ബയറും സെല്ലറും അവർക്കിടയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കിടയിൽ അസിമെട്രിക് ഇൻഫോർമേഷൻ നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്കുണ്ടാവുന്ന വാല്യൂ ഡിഗ്രഡേഷനെയാണ് ലെമൻസ് പ്രോബ്ലം എന്ന നിലയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വാല്യൂ ഡിഗ്രഡേഷനാണ് ഇതിൻ്റെ ഭാഗമായിട്ട്, അസിമെട്രിക് ഇൻഫോർമേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വാല്യൂ ഡിഗ്രഡേഷനെയാണ് എന്ത് പറയുന്നത്? ലെമൻസ് പ്രോബ്ലം എന്ന് പറയുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ജോർജ് അഗർലോഫ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനും ക്ലാസ്സസിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡിമാൻഡും നിങ്ങളുടെ കറക്ഷൻസും സജഷൻസും ഒക്കെ മെസ്സേജ് ത്രൂ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ ലേണിംഗ് വൺസ് അഗൈൻ.